മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ 18 വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ പരമ ഉന്നതമായിട്ടുള്ള അധികാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. തനിക്ക് മനസ്സുള്ളവരോട് അവൻ കരുണ കാണിക്കുന്നു, താൻ മനസ്സുള്ളവരെ കഠിനനാക്കുന്നു എന്ന് പറഞ്ഞ് ഫറവോൻ്റെ ഉദാഹരണം പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഏശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. അതിനു മുമ്പും അതുപോലെ തന്നെ ഇസാക്ക് വാഗ്ദത്ത സന്തതിയായിട്ട് വന്ന കാര്യവും നമ്മൾ സംസാരിച്ചതാണ്. ഇനി തുടർന്ന് 19 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിലെ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് വീണ്ടും വേറൊരു രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ കുശവനും കളിമണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ദൈവത്തിൻ്റെ പരമാധികാരം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. 19 തൊട്ടുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കാം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തേ എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലേ? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദരിൽ നിന്ന് മാത്രമല്ല ജാതിയിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോട് സഹിച്ചു എങ്കിൽ എന്ത്? കുശവനും കളിമണ്ണും, ഇതിനെക്കുറിച്ച് വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു തള്ളലിൻ്റെയും കൊള്ളലിൻ്റെയും പരമാധികാരത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, ചിലതൊന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വെളിപ്പെട്ട് കിട്ടിയതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളതാണ്. വെളിപ്പെടാത്തതിനെക്കുറിച്ച് നമുക്ക് അധികം ഒന്നും പറവാനായിട്ട് പറ്റുകയുമില്ല. കാരണം ദൈവത്തിൻ്റെ വില്ലിൽ ഉള്ളതാണ്. അവൻ്റെ ആജ്ഞാരൂപത്തിലുള്ള ഇഷ്ടം, ഡിക്രിറ്റീവ് വിൽ എന്ന് പറയാം. ആജ്ഞാരൂപത്തിലുള്ള ഇഷ്ടം അത് ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നാൽ അവൻ്റെ പ്രബോധന രൂപത്തിലുള്ള ഇഷ്ടം, പെർസെപ്റ്റീവ് വിൽ, സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഉത്തരവാദിയാണ്. ഈ രണ്ട് രീതിയിലുള്ള ഒരു വില്ല്, ഇഷ്ടം നമുക്ക് കാണാം. യേശുവിൻ്റെ ജീവിതത്തിൽ എടുക്കുമ്പോൾ യേശുവിനെ യഹൂദന്മാർ കൊല്ലരുത് എന്നത് ദൈവത്തിൻ്റെ പ്രബോധന രൂപത്തിലുള്ള ഇഷ്ടമായിരുന്നു. യേശുവിനെ യഹൂദന്മാർ ക്രൂശിക്കരുത്, കൊല്ലരുത് എന്നുള്ള അവൻ്റെ പ്രബോധന രൂപത്തിലുള്ള ഇഷ്ടമായിരുന്നു. എന്നാൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അവർ കൊന്നു. എന്നാൽ അവൻ മരിക്കണമെന്നുള്ളത് അവൻ്റെ ആജ്ഞാരൂപത്തിലുള്ള ഇഷ്ടമായിരുന്നു. കാരണം യേശുക്രിസ്തുവിനൊരു മിഷൻ ഉണ്ടായിരുന്നു, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിക്കണമെന്ന്. ഇത് രണ്ടും കൂടി ഒരു കോൺട്രഡിക്ടറായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളത് ചിന്തിക്കുന്നത് എന്താണ് കോൺട്രഡിക്ടറി? ഒരു പക്ഷേ യഹൂദൻ യേശുവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ യേശു മരിക്കത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേനെ. എന്നാൽ ദൈവത്തിൻ്റെ പ്രബോധന രൂപത്തിലുള്ള ഇഷ്ടം നമ്മളുടെ കർത്താവായ യേശുവിൻ്റെ കർത്തവ്യ നിർവഹണത്തിനും ആജ്ഞാരൂപത്തിലുള്ള ഇഷ്ടം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്ലാനും അത്രേ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വെളിപ്പെട്ട ഹിതം, ഡിക്രിറ്റീവ് വിൽ, ദൈവത്തിൽ വെളിപ്പെട്ട ഹിതവും. രണ്ടാമത്തത് അവൻ്റെ രഹസ്യ ഹിതവുമാണ്. ദൈവത്തിൻ്റെ രഹസ്യ ഹിതത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആവർത്തന പുസ്തകം 29:28 വാക്യം ഇങ്ങനെയാണ് ഇരിക്കുന്നത്: മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നതോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാവും. വെളിപ്പെട്ടിരിക്കുന്നതൊക്കെ നമുക്കുള്ളതാണ്, വെളിപ്പെടാത്തത് ദൈവത്തെ യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന് അതിന് പരമോന്നതമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. അത് ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും, നമുക്ക് മനസ്സിലാവത്തില്ല. ഇനി യേശുക്രിസ്തു എന്തിനാണ് പാപികൾക്ക് വേണ്ടി മരിച്ചത് എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വില്ലെന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ വരവിന് ശേഷം നമ്മൾ കർത്താവിനോട് അനുരൂപരായി കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാണ് നമുക്ക് ആ ബുദ്ധിയൊക്കെ കിട്ടുക.
അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രത്യുത്തരം പറയാൻ ആരാണ് എന്നൊരു ചോദ്യം വരികയാണ്. അത് കളിമണ്ണും പാത്രവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ യിരെമ്യാ പ്രവചനം 18:1-6 വരെയുള്ള വാക്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പൗലോസ് സംസാരിക്കുന്നത്. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഇവിടെ കാണുന്നത് ദൈവത്തിന് സൃഷ്ടികളുടെ മേലുള്ള വലിയ അധികാരം, അത് തെളിയിക്കുന്നതിന് പഴയ നിയമത്തിലെ കുശവൻ്റെ സാദൃശ്യം ഇവിടെ പൗലോസ് എടുക്കുകയാണ്. കുശവനെ സംബന്ധിച്ചിടത്തോളം ഒരു പാത്രം ഏത് രീതിയിൽ എന്തിന് ഉണ്ടാക്കണം എന്ന് കുശവൻ അറിയാം. ചിലത് പൊട്ടിപ്പോയാൽ അത് വീണ്ടും റീമോൾഡ് ചെയ്ത് പുതിയതുണ്ടാക്കും. ചിലത് മാനപാത്രത്തിന്, മറ്റൊരു അപമാനത്തിന്, ഏത് രീതിയിൽ വേണമെങ്കിലും, എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടേബിളിൽ, നമ്മുടെ മേശമേൽ, ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും, അതുപോലെ തന്നെ വേറെ ഏറ്റവും ഹീനമായിട്ട് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള പാത്രങ്ങളെ ഉണ്ടാക്കാനായിട്ട് ദൈവത്തിന് കഴിയും. അത് ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുപോലെ നാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉണ്ടാക്കപ്പെട്ടതാണ്, അത് ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളെക്കുറിച്ചും കോപപാത്രങ്ങളെക്കുറിച്ചും 2 പാത്രങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗവും ഇവിടെ ഉണ്ട്. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതിയിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മളെ ഇവിടെ ജാതികളിൽ നിന്ന് തേജസ്സിനായി മുന്നൊരുക്കിയവരെ കരുണാപാത്രങ്ങളായിട്ടും, എന്നാൽ തള്ളിക്കളഞ്ഞ ആളുകളെ കോപപാത്രങ്ങളായിട്ടും ഇവിടെ ചിത്രീകരിക്കുന്നതായിട്ട് കാണാം. ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള പല റെഫറൻസുകൾ കാണിച്ചാണ് ഇത് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. കരുണാപാത്രങ്ങൾ എന്ന് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ എഫേസ്യർ 2:3 അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയായി കോപത്തിൻ്റെ മക്കളായിരുന്നു. ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർ കോപത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കരുണാസമ്പന്നനായി നമ്മളെ ദൈവം കരുതിയതിനാൽ അതിക്രമങ്ങളാൽ മരിച്ചുപോയിരുന്ന നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മളെ രക്ഷിക്കപ്പെടുത്തി കൃപയാൽ നമ്മളെ വീണ്ടെടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തതായിട്ടൊക്കെ ആ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. എഫേസ്യർ 2:3 വാക്യങ്ങളിലാണ്. അതിൽ ആരും പ്രശംസിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് 9 വാക്യത്തിലും പറയുന്നു. നമ്മളെ വീണ്ടെടുത്ത് ദൈവം കൃപയാൽ വിശ്വാസം മൂലം നമ്മളെ വീണ്ടെടുത്തു. അത് ദൈവത്തിൻ്റെ കരുണയായിരുന്നു. ഒരിക്കൽ നമ്മൾ കോപപാത്രങ്ങളായിരുന്നു, എന്നാൽ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ഇതേ കാര്യം തന്നെ ഹോശേയ 2:23 പറയുന്നു. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവമെന്ന് അവരും പറയും. ദൈവത്തിൻ്റെ വർത്തമാന ദീർഘക്ഷമ പാപത്തോട് അനാസ്ഥയായി നമ്മളെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും അനേകം ദൈവം ഇതുപോലെ തന്നെ നമ്മളെ കരുണയോട് കാക്കുകയാണ്. കോപപാത്രങ്ങൾ, കോപം എന്നിവിടെ പറയുന്നത് നശിപ്പിക്കുന്ന നാശയോഗ്യ പാത്രങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ഒരു കോൺട്രാസ്റ്റാണ് ഇവിടെ കാണുന്നത്. കോപപാത്രങ്ങൾ വേഴ്സസ് കരുണപാത്രങ്ങൾ. കരുണപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ സ്വീകരിച്ച ജാതികൾക്ക് കിട്ടിയ കരുണ. ആ കരുണ ഇപ്പോഴും ദൈവം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോപപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാം യഹൂദന്മാർ. എന്നാൽ അവരത് അനുസരിക്കാത്തതിനാൽ അവർ കോപപാത്രങ്ങളായി തീർന്നു. ഈ കോപപാത്രങ്ങൾ ദൈവത്തിൻ്റെ ദീർഘകാല ക്ഷമ,
ദൈവം കാണിക്കുന്നതിനാൽ ഇന്നും നമ്മൾ കരുണാപാത്രങ്ങളായിരിക്കുന്നു എന്ന് മറന്നുപോയത്. തേജസ്സിനായിട്ട് മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായിട്ട് നമ്മളെ ദൈവം കാണുന്നു. 1 പത്രോസ് 2:10 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. മുമ്പേ നിങ്ങൾ ജനമില്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന് ചേർണം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇതെല്ലാം പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത കരുണാപാത്രങ്ങളായി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഹിതമാണ്. പോട്ടർ ആൻഡ് ദ ക്ലേ എന്ന് പറയുന്നത് പോലെ ആ ദൈവം ഇഷ്ടമനുസരിച്ച് നമ്മളെ മെടഞ്ഞ് കൊണ്ടുവരികയായിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്നാൽ തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും ജാതികളിൽ നിന്ന് മുന്നൊരുക്കിച്ച കരുണാപാത്രങ്ങൾ. അതിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, അവൻ്റെ കോപവും ശക്തിയും വെളിപ്പെടുത്താനായിട്ടും, അങ്ങനെയാണ് ദീർഘക്ഷമയോടെ നമ്മളോട് ക്ഷമിച്ചത്. 2, കരുണാപാത്രങ്ങളുടെ മേൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്താൻ. തേജസ്സിൻ്റെ ധനം എന്നൊക്കെ പറയുന്ന വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിലേക്ക് തന്നു കഴിഞ്ഞപ്പോഴേ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നവരായി നമ്മളെ മാറ്റി, യേശുവിനോട് അനുരൂപപ്പെടുന്നവരായി മാറ്റി. ഇതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു മിസ്റ്ററി പോലെയാണ്. കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു വ്യക്തി യേശുവിനോട് ട്രാൻസ്ഫോമായി തീരുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ എന്ന് പറഞ്ഞ് പൗലോസ് പഠിപ്പിക്കുന്ന, കൊലോസ്യർക്ക് ലേഖനത്തിൽ പഠിപ്പിക്കുന്ന ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴുള്ള നമ്മൾ കരുണാപാത്രങ്ങളായി ആ തേജസ് കാണിക്കുവാനായി, ദൈവത്തിൻ്റെ തേജസ് കാണിക്കുവാനായി നമ്മളെ തിരഞ്ഞെടുത്തു. ശരിക്കും ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവം യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചത് നമുക്ക് എത്ര അനുഗ്രഹമായി തീർന്നു എന്ന് ചിന്തിക്കാം. ഇവിടെ അതോട് ചേർന്ന് തന്നെ തൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനം എന്നും പ്രിയയില്ലാത്തവളെ പ്രിയ എന്നും വിളിക്കും. ജാതികളെക്കുറിച്ചുള്ള ഒരു പ്രൊഫസി നേരത്തെ പറയുന്ന കാര്യമാണിത്. യഹൂദന്മാരിൽ നിന്ന് യഹൂദന്മാർ കർത്താവിനെ അറിയേണ്ടിടത്ത് ജനമല്ലാത്ത എൻ്റെ ജനം, അവളെ എന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും വിളിക്കുന്ന ഒരു സംഭവം ഇവിടെ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നു. നിങ്ങളെൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞിടത്തെ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് ഹോശയുടെ പുസ്തകത്തിലും പറയുന്നു. ഹോശയുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറയുന്ന ഭാഗമുണ്ട്. നേരത്തെ വായിച്ചാണ് ഹോശയ 2:23 അത് പറയുന്നു. കരുണ ലഭിക്കാത്തവളെ ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തവളോ നീ എൻ്റെ ജനമെന്ന് പറയും, നീ എൻ്റെ ദൈവമെന്നും അവൻ പറയും. തുടർന്ന് 27-ാം വാക്യത്തിൽ യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയുടെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ, കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതി ശേഷിപ്പില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമായിരുന്നു യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസമുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിലെത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസമല്ല, പ്രവർത്തികളെ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഈ തുടർന്ന് 25 തൊട്ടുള്ള വാക്യങ്ങളിൽ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇസ്രായേലിൻ്റെ നിരസനവും ജാതികളുടെ സ്വീകരണത്തെക്കുറിച്ചും പറയുകയാണ്. നമുക്കറിയാം, ജാതികളുടെ സുവിശേഷം അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം പൗലോസിൽ കൂടിയാണ് വെളിപ്പെട്ട് വന്നതെന്ന് നമുക്കറിയാം. ഈ വചനം യഹൂദന്മാർ തള്ളിക്കളഞ്ഞതിനാൽ ഈ ജാതികളിലേക്ക് വന്നു എന്ന് നമുക്ക് കാണുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന കരുണ ലഭിക്കാത്ത ജാതികൾക്ക് ഇപ്പോൾ കരുണ ലഭിച്ചു. നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ്. അതിൽ തന്നെ നമുക്കറിയാം, അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരുടെ രക്ഷ എന്ന് പറയുന്നത് അവർ പിന്നീട് ഉള്ള ഒരു സമയത്താണ്. ഇപ്പോഴും യഹൂദന്മാർ കുറച്ച് പേര് രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ചെറിയ ഒരു ഗ്രൂപ്പ് രക്ഷ പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർത്താവിനെ അറിയുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രത്യേകം 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദൈവം ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോ പോലെയും ഗോമോറയെ പോലെയും ആകുമായിരുന്നു. അത് യെശയ്യാപ്രവചനം 1:9 നിന്ന് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു ശേഷിപ്പ് വെച്ചില്ലെങ്കിൽ അവരെല്ലാം ഒന്നുമില്ലാതെയായി പോയനെ എന്നെ കാണുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത് ചോദിച്ചാൽ, ചെറിയൊരു ശേഷിപ്പിനെ ദൈവം
ഒരുക്കും എന്ന് ഇതിൽ പറയുന്നു. കാരണം ദൈവം എല്ലാവരെയും അങ്ങനെ അങ്ങ് തള്ളിക്കളയുകയില്ല. ഒരു ശേഷിപ്പ് മടങ്ങി വരും. അത് ദൈവത്തിൻ്റെ ഒരു സന്ദേശമായി തീരുന്നു എന്ന് കാണുന്നു. നമ്മൾ ഈ അധ്യായം എൻഡ് ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല, പ്രവൃത്തികളെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇവിടെ യേശുക്രിസ്തു അവർക്കൊരു ഇടർച്ചക്കല്ലായി മാറിയതായിട്ട് കാണുന്നു. ശരിക്കും അതൊരു മൂലക്കല്ലായിരുന്നു. അതിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലജ്ജിച്ചു പോകാത്തൊരു മൂലക്കല്ലായിരുന്നു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് തെറ്റുപറ്റിപ്പോയി, അവർക്കത് ഇടർച്ചക്കല്ലായി തീർന്നു എന്ന് കാണുന്നു. നേരത്തെ പറഞ്ഞ ഒരു റമനൻ്റ്, ഒരു ബാക്കി പത്രം, ഒരു ചെറിയൊരു കൂട്ടം രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് സക്രിയ പ്രവചനത്തിനകത്ത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം 2/3 യഹൂദന്മാർ നശിച്ചു പോകുമെന്നും 1/3 രക്ഷ പ്രാപിക്കുമെന്നൊക്കെയുള്ള ഒരു ചിന്തയും ഇതിനോടുകൂടെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇടർച്ചക്കല്ലിൽ തട്ടി എന്ന് വെച്ചാൽ പ്രവൃത്തി അന്വേഷിച്ചുകൊണ്ട് അവിടെ നടന്നതിനാൽ ഇടർച്ചക്കല്ലിൽ തട്ടി അവർ നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണുന്നു. യെശയ്യാവ് 8:14 പറയുന്നൊരു കോട്ടിങ്ങാണ് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കുമെങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവർ ഒരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും യെരുശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. ഇവിടെ യഹൂദ ഗോത്രവും ഇസ്രായേൽ ഗൃഹവും ഇത് രണ്ടും കൂടി ചേർത്ത് ഇവിടെ പറയുന്ന ഭാഗമാണ് ഈ കാണുന്നത്. എന്താണ്? ഞാൻ സിയോനിലൊരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി. ഇത് പല ഭാഗങ്ങളിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, യേശുക്രിസ്തു വിലയേറിയ മൂലക്കല്ലാണ്. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഒരു ഇടർച്ചക്കല്ലല്ല. ഇവിടെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇടർച്ചക്കല്ലായി. എന്നാൽ വിശ്വാസികളെ ഒരിക്കലും തന്നെ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഈ ലാസ്റ്റ് ഭാഗത്തെക്കുറിച്ച് ഇനിയും നമുക്ക് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിച്ചത്. ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ദൈവം കാര്യങ്ങളെ ചെയ്യുന്നു എന്നാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. കാരണം ഒരു പോട്ടർ, ഒരു കുശവന് കളിമണ്ണ് വെച്ച് തനിക്കിഷ്ടമുള്ള വെസൽസ്, പാത്രങ്ങളെ ഉണ്ടാക്കുകയാണ്. അത് അവൻ്റെ ഇഷ്ടമാണ്, നമുക്ക് ചോദിക്കാനായിട്ട് പറയില്ല. ചിലരെ കോപപാത്രങ്ങളായിട്ടും ചിലരെ കരുണാപാത്രങ്ങളായിട്ടും ചെയ്തു. കോപപാത്രങ്ങൾ, ഇസ്രായേൽ കോപപാത്രമായതിനാൽ ജാതികളായിട്ടുള്ള നമ്മളെ കരുണാപാത്രങ്ങളായിട്ട് വിളിച്ച് വേർതിരിച്ചു. കാരണം അവർ എന്താണ്, ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടും എന്ന് ചിന്തിച്ചപ്പോഴേ കരുണാസമ്പന്നനായ ദൈവം വിശ്വാസത്താൽ ജാതികൾക്കുള്ള നീതീകരണം കൊടുത്തു. വിശ്വാസത്താൽ ജാതികൾക്കുള്ള നീതീകരണം കൊടുത്തതുകൊണ്ട് അവരെ ഇന്നും വീണ്ടെടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ ഒരു പ്രക്രിയയിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. ഒരിക്കൽ കരുണയില്ലാത്തവരായിരുന്നു, ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനമായി തീർന്നു. എന്നാലും അവരെ തള്ളിക്കളയത്തില്ല. അതാണ് വീണ്ടും പറയുന്നത്, അവരെ തള്ളിക്കളയത്തില്ല. ചെറിയൊരു ശേഷിപ്പ് അവരെ ദൈവം കരുതുമെന്ന് പൗലോസ് വീണ്ടും പറയുകയാണ്. യേശുക്രിസ്തു അവർക്കൊരു ഇടർച്ചക്കല്ലായി തീർന്നു. എന്നാൽ അത് മൂലക്കല്ലായി തീർന്ന ജാതികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ലജ്ജയ്ക്ക് ഉള്ളൊരു കാര്യത്തിനല്ല, പിന്നെയോ നിത്യ തേജസ്സിന് വേണ്ടി ഒരു കാരണമായി തീരുവാനായിട്ട് ഇടവന്നു എന്നേ കാണും. നമ്മൾ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് അടുത്ത എപ്പിസോഡിലെ 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അതിനകത്ത് കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ നല്ലതാണ്. അത് നമുക്ക് തുടർന്നും അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി നമുക്ക് പറയാനായിട്ടും സംസാരിക്കാനായിട്ടും ഒക്കെ ഇടവരും. തീർച്ചയായും ഇന്നത്തെ ചിന്ത നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. ഈ 9-ാം അധ്യായം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോഴേ പാസ്റ്റ് കഴിഞ്ഞുപോയ യഹൂദൻ്റെ ചരിത്രത്തെക്കുറിച്ച് പൗലോസ് പല രീതിയിലെടുത്ത് എന്തുകൊണ്ടാണ് യഹൂദനെ തള്ളിക്കളഞ്ഞത്, ജാതികളെ സ്വീകരിച്ചത് എന്നുള്ള ചിന്തയാണ് കൂടുതലും ഇതിൽ പറഞ്ഞത്. തീർച്ചയായും ഇത് നമുക്ക് അനുഗ്രഹമായി എന്ന് ചിന്തിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരിക്കൽ കർത്താവെ ഞങ്ങൾ ഒരു കോപപാത്രങ്ങളായിരുന്നല്ലോ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിനാൽ ഞങ്ങളെ കരുണാപാത്രങ്ങളാക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമേ, ആരെങ്കിലും ആ വലിയ
സന്തോഷത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ ദൈവമേ ഈ ദിവസങ്ങളിൽ നീ അവിടെ ഹൃദയങ്ങളിൽ ഇടപെടുകയും കോപപാത്രങ്ങളിൽ നിന്ന് കരുണാപാത്രങ്ങളായിത്തീരുകയും ചെയ്യുവാനായിട്ട് കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പല്ലിൻ്റെ വേദനയുമായി പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ ഇതേ കാണും. വായിലുള്ള ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളെന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? പല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ വേദന കണ്ടിന്യൂ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ജായിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ദിവസങ്ങളിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലവേദനയായിട്ട് ഇരിക്കുന്ന മൈഗ്രെയിൻ്റെ വിഷയമായിട്ടോ അല്ലെങ്കിൽ തലയിലെ ക്ലോട്ടിൻ്റെ പ്രയാസങ്ങളുണ്ടോ, തല സംബന്ധമായിട്ട് രോഗങ്ങളിലെ പ്രയാസങ്ങളെ വേദനയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് ശ്രദ്ധിക്കുന്നു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു കർത്താവ് ഒരു മിറക്കിള് ഇന്ന് വന്നു ചേരുമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഉറച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. നിങ്ങളെന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും തലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ വിടുതലുകളും നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഉറങ്ങാൻ പോലും വയ്യാതെ ഇഷ്യൂകളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കത് അയച്ചു കൊടുത്താൽ അവരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടവരും. എന്തെങ്കിലും ആ നീഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.